ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തന്നിഷ്ടത്തിന് ഇവിടുന്ന് ഇറങ്ങി പോയാ പിന്നെ തിരിച്ച് കയറാമെന്ന് കരുതണ്ട. സാധാരണ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടില് നിങ്ങൾ ചെയ്ത പോലുള്ള കാര്യങ്ങള് ഒരാള് ചെയ്ത കണ്ണു മൂക്കും നോക്കാതെ അടി കൊടുക്കുന്ന സ്വഭാവം എനിക്ക്. പറഞ്ഞത് എന്റെ കയ്യിൽ നിന്ന് പറഞ്ഞ നീ കേക്കില്ലല്ലേ? പറഞ്ഞ വക്കീല് കോടതിയിൽ മതി. ഇതെന്റെ കുടുംബ. ഇതിനകത്ത് കയറി കളിക്കണ്ട. എന്റെ കക്ഷി സുരക്ഷിതയായിരിക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പുവരുത്തണ്ടേ സുകുമാരിയമ്മേ? അപ്പൊ ഞാൻ ചിലപ്പോ വീട്ടിലും വരും, അവൾക്കെതിരെ ചിന്തിക്കുന്നവരുടെ മനസ്സിലും വരും. ഇറങ്ങ്. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനാ പറഞ്ഞത്. ഇറങ്ങാം, പക്ഷേ ഞാൻ നേരിട്ട് കണ്ട ഈ കാഴ്ചയുണ്ടല്ലോ, നിങ്ങൾ രാധികയെ കൊല്ലാൻ ശ്രമിച്ചത്, അത് ഞാൻ കോടതിയിൽ എത്തിക്കട്ടെ. ഒരു വിചാരണ കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി മകളും കൂടെ ചെയ്ത നാടകങ്ങൾ എനിക്ക് പുറത്തു കൊണ്ടുവരാമെങ്കിൽ നിങ്ങളെ അവിടെ നിർത്തി ശിക്ഷ വാങ്ങിച്ചു തരാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? സ്ത്രീകൾ പാവമാകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇവരെ പോലുള്ളവരുടെ മുന്നില് ചങ്കുറ്റം കാണിച്ചേ പറ്റൂ. ഇത് ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ മുത്തശ്ശി മുത്തശ്ശിയുടെ പേരക്കുട്ടിയും കൂടെ കൊല്ലാൻ ശ്രമിക്കുന്നത്. പല തവണ ശ്രമിച്ചില്ലേ? എന്നിട്ട് തിരിച്ചറിയാറായില്ലേ ഇവരെയൊക്കെ? നീ എത്ര കാലം ഇങ്ങനെ വന്ന് രക്ഷിക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. എന്റെ പ്രിയങ്ക മോള് മരിച്ചതിന് പ്രതികാരം ചെയ്യാതെ ഞാൻ അടങ്ങില്ല. കൊലപാതകികൾ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അന്നും കാണണം ഈ ചങ്കുറ്റം. അന്നും ഈ പ്രതികാരത്തിന്റെ പേര് പറയണം. വയസ്സായില്ലേ നിങ്ങൾക്ക്? എവിടെങ്കിലും ഭഗവാന്റെ നാമവും ജപിച്ച് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്ക്. അല്ലെങ്കിൽ നേരെ നിൽക്കാനുള്ള കെൽപ്പുണ്ടാവില്ല. ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിലോ? ഒരു ശത്രുവിന്റെ മുമ്പിലാ നിൽക്കുന്നതെന്ന് ഒരു ബോധം പോലും ഇല്ല. എനിക്ക് അങ്ങനെ ആരെയും എതിർക്കാൻ പറ്റില്ല. അത്രയ്ക്ക് കടപ്പാടുണ്ട് ഈ വീടിനോട് എനിക്ക്. അനാഥയായ എനിക്ക്. മതി 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 മതി. എടുത്തു വളർത്തിയതിന്റെ കടപ്പാട് കാണിക്കുന്നതേ കൊല്ലാൻ വരുന്നവരുടെ മുന്നിൽ കയ്യും കെട്ടി നിന്നു കൊടുത്തിട്ടല്ല. അതെങ്ങനെയാ? 24 മണിക്കൂറും ഈ വീടിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയല്ലേ? പെട്ടെന്നൊന്ന് റെഡിയാവ, നമുക്കൊന്ന് പുറത്തു പോവാം. അല്ല, എന്തിനാ? കേസിന്റെ കാര്യങ്ങൾ കുറച്ച് സംസാരിക്കാനുണ്ട്. പിന്നെ ഒന്ന് പുറലോകം കണ്ടതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പെട്ടെന്നാവട്ടെ. അല്ല, അതിപ്പോ വേണ്ട. അച്ഛനമ്മ ഇപ്പൊ വരും. അപ്പം അവർ വരുമ്പോ ഞാനവിടെ ഉണ്ടാവണം. ഓ, എന്റെ കൂടെ വരാനുള്ള ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഹലോ ഹലോ മോളെ. ഫിദ മേഡം, ഞാനിവിടെ രാധികയുടെ അടുത്തുള്ളത്. ആറ്റുവാശ്ശേരി വന്നപ്പോ സിറ്റുവേഷൻ കുറച്ച് പ്രശ്നമായിരുന്നു. ഇവിടെ ഒരു കരിങ്കാളി മുത്തശ്ശി ഉണ്ടല്ലോ, കറിക്കത്തി എടുത്ത് രാധികയെ കൊല്ലാൻ നോക്കുന്ന സമയത്താ ഞാനിവിടെ വന്നത്. ദൈവമേ, എന്നിട്ട് മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആ തള്ളെ തീർത്തിട്ടല്ലേ ഞാൻ വിളിക്കൂ. ഞാൻ രാധികയെ കൊണ്ടൊന്ന് പുറത്തു പോവാന്ന് കരുതി വന്നതാ. പക്ഷേ വിളിച്ചിട്ട് ആള് വരുന്നില്ല.
മേഡം ഒന്ന് പറ, ഞാൻ രാധികയ്ക്ക് കൊടുക്കാം. ഉം. ഉം. ഹലോ. മോളെ, മൂക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, മുത്തശ്ശി വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. ബഹളം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഞാൻ ചേച്ചിയെ കണ്ടത്. സൂക്ഷിക്കണം. നീ കുറച്ചുകൂടി ഒന്ന് ധൈര്യം കാണിക്കണം. അത് പറയാനും കൂടിയാ ആരതിവർമ്മ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നത്. മോള് ആരതിവർമ്മയുടെ കൂടെ പോയിക്കോ. അച്ഛനോടും അമ്മയോടും ഒക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. മാഡം, ആരതിയെ സ്വന്തം ചേച്ചിയെ പോലെ കാണാനല്ലേ ഞാൻ പറഞ്ഞത്. ചേച്ചി തന്നെയാ. മോളിപ്പം പോയിക്കോ. ശരി. എന്നിട്ട് ആരതി പറയുന്നൊക്കെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് അതാ പെരുവഴിയിൽ ഉപേക്ഷിച്ച് കളയാനല്ല, അതൊക്കെ ജീവിതത്തിൽ പകർത്താൻ വേണം. ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വന്നവൾ ആരതി. പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരുപാട് അവള് ബുദ്ധിമുട്ടിയിട്ടുമുണ്ട്. കണ്ടുപഠിക്കാൻ ഒരുപാടുണ്ട് അവളിൽ നിന്നും. ഞാൻ കൂടെ പോയിക്കോളാം. ഞാൻ കക്ഷിയൊന്ന് പുറത്തു കൊണ്ടുപോയി നോക്കട്ടെ, എന്നിട്ട് വിളിച്ചു പറയാം ബാക്കി കാര്യങ്ങള്. ശരി മോളെ. എന്നാ പെട്ടെന്നായിക്കോട്ടെ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരുങ്ങാനൊന്നുമില്ല. എന്നാലും ഒന്ന് റെഡി ആയിക്കോ. വരാം. വാ. തന്നിഷ്ടത്തിന് ഇവിടുന്ന് ഇറങ്ങിപ്പോയാ പിന്നെ തിരിച്ച് കയറാമെന്ന് കരുതണ്ട. സാധാരണ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടില് നിങ്ങൾ ചെയ്ത പോലുള്ള കാര്യങ്ങള് ഒരാള് ചെയ്ത കണ്ണു മൂക്കും നോക്കാതെ അടി കൊടുക്കുന്ന സ്വഭാവം എനിക്ക്. പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഞാനത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്കുള്ള ശിക്ഷ നിങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിയുടെ മരണം തന്നെയാണ്. അതിന്റെ കുറ്റവാളികളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിരത്തി നിർത്തുമ്പോ നിങ്ങൾ കരയും, വാ വിട്ട് കരയും. മനസ്സിലായോ? ഈ കടലാസ് കഷ്ണം കിടുങ്ങുന്നത് കേട്ട് കൊടുങ്കാറ്റാണെന്ന് ധരിക്കരുത്. പോയി റെഡിയാവൂ. ചെല്ല്.